നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ് പഠിച്ചു അല്ലേ? അതിൽ സെമി കണ്ടക്ടേഴ്സിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഈ പി എൻ ഈ രണ്ട് ടൈപ്പ് മെറ്റീരിയലും കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പി എൻ ജംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഈ പി എൻ ജംഗ്ഷനെ നമുക്കൊരു സെമി കണ്ടക്ടർ ഡിവൈസായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ആ ഒരു സെമി കണ്ടക്ടർ ഡിവൈസിൻ്റെ പേരാണ് ഡയോഡ്. ഡയോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 2 ടെർമിനൽ ഡിവൈസസ് ആണ്. 2 ടെർമിനൽ ഉണ്ട് അല്ലേ? അതായത് 2 റീജിയൻ ഉണ്ട്, പി റീജിയൻ എൻ റീജിയൻ. അപ്പോൾ 2 റീജിയൻ ഉള്ളത് കാരണം സ്വാഭാവികമായിട്ടും 2 ടെർമിനൽ ഡിവൈസാണ്. ഈ 2 റീജിയൻസും കൂടി ഫോം ചെയ്യുന്നത് ഒരു ജംഗ്ഷനാണ് അല്ലേ? അതുകൊണ്ട് സിംഗിൾ ജംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഈ പി റീജിയൻ ആനോഡായിട്ട് ആക്ട് ചെയ്യുകയും എൻ റീജിയൻ കാഥോഡായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നിങ്ങൾക്ക് സിമ്പൽ നോക്കുമ്പോൾ അറിയാം, ഈ സിമ്പലിൽ ആരോ ഹെഡ് പോയിന്റ് ചെയ്യുന്നത് കൺവെൻഷണൽ ആയിട്ടുള്ള കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ് ആ ആരോ ഹെഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ. അപ്പോൾ ഡയോഡിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂണിലാറ്ററൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി ഡയോഡ് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കൊരു സ്പെസിഫൈഡ് വോൾട്ടേജ് ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡയോഡിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ 0 റെസിസ്റ്റൻസ് ആണ് ഒരു ഡയറക്ഷനിൽ കാണിക്കുന്നത്. റിവേഴ്സ് ഡയറക്ഷനിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തത് നമുക്ക് നോക്കാം. നമ്മൾ ഈ പി റീജിയനും എൻ റീജിയനും കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എൻ റീജിയനിലെ ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും പി റീജിയനിലെ ഹോൾസ് എൻ റീജിയനിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ചാർജ് ഫ്ലോ ഉണ്ടാവുന്നു അല്ലേ? ചാർജ് കരിയർ ഫ്ലോ ഉണ്ടാവുന്നു. അപ്പം ഇത് രണ്ട് സ്ഥലത്തെ മെജോറിറ്റി കരിയേഴ്സ് ഡിഫ്യൂസ് ചെയ്ത് അത് കമ്പൈൻ ചെയ്ത് ന്യൂട്രലൈസ് ആവുക, അതായത് റീകോമ്പിനേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജസ് ഡിഫ്യൂസ് ചെയ്ത് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ, ഈ ജംഗ്ഷനിൽ ഉള്ള കുറച്ച് ഏരിയ ഡിപ്ലീറ്റ് ആയി പോകും. അതായത് റീകമ്പൈൻ ചെയ്ത് ന്യൂട്രലൈസ് ആയിട്ട് ഇരിക്കുകയാണ്. അവിടെ വേറെ ഫ്രീ ചാർജ് കരിയേഴ്സ് ഒന്നുമില്ല. ഓക്കെ. അവിടെ ഇൻമൊബൈൽ ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡിപ്ലീറ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1 മൈക്രോമീറ്റർ ഒക്കെയാണ്. വളരെ ചെറിയ ഒരു റീജിയനാണത്, ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയണിന് അതിൻ്റെ രണ്ട് വശത്തും ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പം ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കപ്പാസിറ്റർ പോലെ, ഒരു സൈഡിൽ പോസിറ്റീവ് അയോൺസ്, ഒരു സൈഡിൽ നെഗറ്റീവ് അയോൺസ്. അപ്പോൾ അതായത് ആ ഒരു ചാർജ് അക്യുമുലേഷൻ നടക്കുകയാണ് അവിടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് വരും? ചാർജ് ഡിഫറൻസ് വരുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക? ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് ലെവൽ ഡിഫറൻസ് വരികയാണ്. ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ. സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എങ്കിൽ അതിന് 0.3 വോൾട്ടും ജെർമേനിയം ആണെങ്കിൽ അത് 0.7 വോൾട്ടും ആണ് വരുന്ന ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ബാരിയർ പൊട്ടൻഷ്യൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. അപ്പോൾ ആ കുറയുന്ന ഒരു വാല്യൂ ആണ് 2 മില്ലി വോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ്. അതായത് ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുന്ന അനുസരിച്ച് 2 മില്ലി വോൾട്ട് ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതായത് നമുക്ക് ഈ ബാരിയർ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഡയോഡായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? എനർജി വേണം.
അപ്പം നമുക്ക് 3 മെത്തേഡിൽ സാധാരണ രീതിയിൽ ചെയ്യാം. ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാം, തെർമൽ എനർജി കൊടുക്കാം, ഇല്ലെങ്കിൽ ലൈറ്റ് എനർജി കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം അതിനൊരു 3 പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. നോ ബയാസ്, ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. ഓക്കെ, നോ ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല, എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെജോറിറ്റി കരിയേഴ്സിന് അവിടെ ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? ഈ ബാരൽ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് അവിടെ ഒരു ഡൈഇലക്ട്രിക് പോലെ അവിടെ ഒരു ഡിപ്ലീറ്റഡ് ഏരിയ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? അപ്പം ഈ മെജോറിറ്റി കരിയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം ബയാസിങ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഇനി ഫോർവേഡ് ബയാസ് ചെയ്യാം. ഓക്കെ, ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺ കണ്ടീഷനാണ്, അല്ലേ? അതായത് പി സൈഡിലേക്ക് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലും, അതായത് ഒരു ഹയർ പൊട്ടൻഷ്യൽ, എൻ സൈഡിലേക്ക് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, അതായത് ലോവർ പൊട്ടൻഷ്യലും കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ബാറ്ററി കണക്ട് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പം പി സൈഡിലേക്ക് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും എൻ സൈഡിലേക്ക് അതിൻ്റെ നെഗറ്റീവ് ടെർമിനലും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണാം, ഇതാണ് ഫോർവേഡ് ബയാസിൻ്റെ ഒരു സർക്യൂട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം പിയിലേക്ക് പോസിറ്റീവ് കൊടുത്തു, എന്നിലേക്ക് നെഗറ്റീവ് കൊടുത്തു. അപ്പം എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്? പി റീജിയണിൽ എന്താണ് മെജോറിറ്റി കരിയേഴ്സ് ഉള്ളത്? ഹോൾസ് ആണല്ലേ. അപ്പം ഈ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവും പോസിറ്റീവും റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ ഇവിടെ നമ്മൾ എൻ റീജിയണിൽ കൊടുക്കുമ്പോൾ എൻ റീജിയണിൽ എന്താ ഉള്ളത്? ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് നെഗറ്റീവാണ്, ടെർമിനൽ നെഗറ്റീവാണ്. അപ്പോൾ എഗെയിൻ അവിടെ എന്താ ഉണ്ടാവുക? റിപ്പൽഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് റിപ്പൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ റിപ്പൽഷൻ ഫോഴ്സ് കാരണം എന്താണ് സംഭവിക്കുക? വോൾട്ടേജ് കൂടുന്ന അനുസരിച്ച് ഈ ചാർജ് കരിയേഴ്സിന് കൂടുതൽ എനർജി കിട്ടുകയാണ്. എന്തിന്? ഈ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുകയാണ്. അപ്പം ഈ റിപ്പൽസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ചാർജ് കരിയേഴ്സിന് എനർജി ഇൻക്രീസ് ചെയ്യുകയും എന്ത് സംഭവിക്കുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ഫ്ലോ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വോൾട്ടേജ്, ഫോർവേഡ് ബയസ് വോൾട്ടേജിനെ കൂട്ടി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് ഏത് വോൾട്ടേജിലാണോ ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാനുള്ള വോൾട്ടേജ് ലെവൽ കിട്ടുന്നത്, അതാണ് ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് വോൾട്ടേജ് റിക്വയർഡ് ടു ഓവർകം ദി ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ത്രഷോൾഡ് വോൾട്ടേജ്. അതിനെ നമ്മൾ VT എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ സാധാരണ എന്ത് സംഭവിക്കുന്നു? ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുന്നു. അതുകൊണ്ട് ചാർജ് കരിയേഴ്സിന് ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാൻ സാധിക്കും. മാക്സിമം കറണ്ട് ഫ്ലോയും അവിടെ ഉണ്ടാവും. ഇതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ഇത് ആക്ട് ചെയ്യാണ്. ഇനി ഈ ത്രഷോൾഡ് വോൾട്ടേജിനേക്കാളും ഫർദർ നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ കോവാലൻ ബോൺസ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം, കൂടുതൽ ഇലക്ട്രോൺ ഹോൾസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചാർജ് കരിയേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം ഫൈനലി എന്ത് സംഭവിക്കും? കറണ്ടും ഇൻക്രീസ് ആവും. നെക്സ്റ്റ് റിവേഴ്സ് ബയാസ്, നേരെ തിരിച്ച്, അതായത് ഫോർവേഡ് ബയാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫങ്ഷൻ, ഒരു ഓഫ് കണ്ടീഷൻ നടക്കുകയാണ്. അതായത് പി റീജിയനിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും എൻ റീജിയനിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും കൊടുക്കുക. അപ്പോൾ സാധാരണ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? പി റീജിയണിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു അട്രാക്ഷൻ വരികയാണല്ലേ. പി റീജിയനിൽ എന്താണുള്ളത്? ഹോൾസ് ആണ് കൂടുതലുള്ളത്, അല്ലേ? ആ ഹോൾസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതേപോലെ എൻ റീജിയനിൽ ഇലക്ട്രോൺസ് ആണുള്ളത്, അത് എവിടെ അട്രാക്ട് ചെയ്യും? ഈ പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യും, അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് കൂടുകയാണ്. ഓക്കെ, അപ്പോൾ നോർമലി എന്ത് സംഭവിക്കും?
വിഡ്ത്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡിപ്ലീഷൻ കൂടുകയാണല്ലേ. അപ്പം മെജോറിറ്റി കരിയേഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഡിപ്ലീഷൻ ലെയർ കൂടുകയും കറണ്ട് 0 ആവുകയും ചെയ്യും. അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ റിവേഴ്സ് ബയാസിൽ ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ഒരു ലീക്കേജ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം മൈനോറിറ്റി കരിയേഴ്സാണ്. ഇപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ മെജോറിറ്റി കരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല എന്നേ പറയുന്നുള്ളൂ കൺവെൻഷണൽ ഡയറക്ഷനിൽ. പക്ഷെ മൈനോറിറ്റി കരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പം മൈനോറിറ്റി കരിയേഴ്സ് എന്ന് പറയുന്ന ഏതാണ്? നമ്മൾ എൻ സൈഡിൽ പോസിറ്റീവ് ടെർമിനലാണ് നമ്മൾ കൊടുത്തത് അല്ലേ. അപ്പോൾ ആ എൻ സൈഡിലെ ഹോൾസിനെ എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്യും. അതേപോലെ പി സൈഡിൽ നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ് കൊടുത്തത്. അപ്പം പി സൈഡിലെ ഇലക്ട്രോൺസിനെ അത് റിപ്പൽ ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മൈനോറിറ്റി ചാർജ് കരിയേഴ്സിൻ്റെ ഒരു ഫ്ലോ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫോർവേഡ് ബയസിൽ പറഞ്ഞതുപോലെ തന്നെ വോൾട്ടേജ് ഫർദർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ഇവിടെ റിവേഴ്സ് ഡയറക്ഷനിൽ അങ്ങനെ EH പെയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ആയിരിക്കും റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഹൈ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ, അതായത് നമ്മൾ ഒട്ടും ഷാർപ്പായിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആയിരിക്കും കറണ്ടിന് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഡയോഡ് ഷോർട്ടായി ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് കൂട്ടി വരുന്നതിനനുസരിച്ച് ഈ കൂടുതൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടാവുകയും ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ആ ഒരു ഫിനോമിനയാണ് ഫ്ലോ ചെയ്തിട്ട് എന്താ സംഭവിക്കുക? ഈ ഡയോഡിനെ ഷോർട്ട് ചെയ്ത് കളയും. ഓക്കെ. അപ്പം ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഡൗണിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ VI ക്യാര നോക്കാം. ഇതിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കുക. ഫോർവേഡ് വോൾട്ടേജ് ഉണ്ട്, ഫോർവേഡ് കറണ്ട് ഉണ്ട് അല്ലേ. ഫോർവേഡ് കറണ്ട് മില്ലി ആംപ്സ് റേഞ്ചിലാണുള്ളത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ലെവൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഡയോഡ് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു എമൗണ്ട് ഓഫ് വോൾട്ടേജിനെയാണ് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. സിലിക്കൺ ആണെങ്കിൽ അത് 0.7 വോൾട്ടും ജെർമേനിയം ആണെങ്കിൽ അത് 0.3 വോൾട്ടുമാണ്. ആൻഡ് കട്ട് ഇൻ വോൾട്ടേജ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ബാരിയർ പൊട്ടൻഷ്യൽ. അതായത് നമുക്ക് ജസ്റ്റ് ഈ ഡയോഡിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ അല്ലേ, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ട ഒരു വോൾട്ടേജാണ് ഇത് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ തേർഡ് ക്വാഡ്രത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഇപ്പോൾ റിവേഴ്സ് നോക്കുമ്പോൾ സാധാരണ മൈക്രോ ആംപ്സ് റേഞ്ചിലാണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബ്രേക്ക് ഡൗൺ റീജിയൻ ഉണ്ടല്ലേ, ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. ആ ഒരു വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഷാർപ്ലി ഇൻക്രീസ് ചെയ്യും. അപ്പം ആ ഒരു കറണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷാർപ്ലി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതിന് മുന്നേ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു കറണ്ട് പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ. അതൊരു മൈക്രോ ആംപ്സ് റേഞ്ചിലാണ്. സിലിക്കൺ ആണെങ്കിൽ ലെസ് ദാൻ 20 മൈക്രോ ആംപ്സ് ആണ്. ജെർമേനിയം ആണെങ്കിൽ ലെസ് ദാൻ 50 മൈക്രോ ആംപ്സ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലീക്കേജ് കറണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ഈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ
എന്ത് സംഭവിക്കുന്നു? കറണ്ട് ഷാർപ്ലി ഇൻക്രീസ് ആവുകയും ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് സെൻട്രൽ ബ്രേക്ക് ഡൗണും ഒന്ന് അവലാൻഷെ ബ്രേക്ക് ഡൗണും. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വോൾട്ടേജ്, അതായത് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു വോൾട്ടേജിനാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം റിവേഴ്സ് ബയാസ് പൊട്ടൻഷ്യൽ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ബിഫോർ എൻറ്ററിങ് ദ സെനർ റീജിയൻ, അതായത് ബിഫോർ എൻറ്ററിങ് ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. ആ ഒരു റിവേഴ്സ് ബയാസ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് PIV എന്ന് പറയുന്നത്. ഇത് ഡയോഡിൻ്റെ റേറ്റിങ്ങിൽ വരുന്ന ഒരു ടേമാണ്. ഓക്കെ. അപ്പോൾ PIV അല്ലെങ്കിൽ പീക്ക് റിവേഴ്സ് വോൾട്ടേജ് PRV എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു VI ക്യാര എന്ന് പറയുന്നത്. ഫോർവേഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ നോക്കുമ്പോൾ കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ട് അല്ലേ. അതേപോലെ റിവേഴ്സ് ബയാസിൽ നോക്കുമ്പോൾ ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. ഫോർവേഡിലാണെങ്കിൽ ഈ കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷമേ കറണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂ വരുന്നുള്ളൂ, അതും മില്ലി ആംപിയർ റേഞ്ചിൽ. റിവേഴ്സിലാണെങ്കിലോ മൈനോറിറ്റി കരിയേഴ്സ് കാരണം ഒരു ലീക്കേജ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം വീണ്ടും നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ കറണ്ട് ഷാർപ്ലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ മൈക്രോ ആംസ് റേഞ്ചിലാണ് ഈ ലീക്കേജ് കറണ്ട് ഉണ്ടാവുന്നത്. ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ, അതായത് ഡയോഡ് കറണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇക്വേഷനാണ് കാണിച്ചിരിക്കുന്നത്. ID = IS × e⁻ (β)(VT)-1. അതിൽ IS എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ലീക്കേജ് കറണ്ട്. VT എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. ഈ തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ 25.7 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 26 മില്ലി വോൾട്ട് ആണ്. ദെൻ ആ തെർമൽ വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് KT/Q എന്ന ഇക്വേഷൻ. അപ്പോൾ K എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ 1.38 × 10⁻³ J/Kelvin. ദെൻ Q ചാർജ് ആണ്. ചാർജ് നമുക്കറിയാം, ഇലക്ട്രോൺ ചാർജ് 1.6 × 10⁻90. ദെൻ T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അപ്പോൾ ഈ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡയോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, ഡയോഡ് കറണ്ട്. അപ്പോൾ ഈ സാച്ചുറേഷൻ കറണ്ട് ഇസ് ഓൾവേസ് എക്സ്ട്രീംലി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണത്. ഓക്കെ. അപ്പോൾ അത് പറയാവുന്നത് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഈ സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ചെയ്യുന്ന പറയുന്നത്. അപ്പം ജെർമേനിയത്തിനാണെങ്കിൽ IS ഡബിൾസ് ഫോർ എവറി 10°C. അതുപോലെ സിലിക്കണിനാണെങ്കിൽ IS ഡബിൾസ് ഫോർ എവറി 6°C. എക്സാമിന് വരുമ്പോൾ സാധാരണ ഈ 10°C ആണ് കൂടുതൽ ഓപ്ഷൻസിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഡയോഡ് കറണ്ട് എന്ന് പറയുന്നത് സാച്ചുറേഷൻ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് സാച്ചുറേഷൻ കറണ്ട് ഇസ് എക്സ്ട്രീംലി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് and it doubles for every 10°C for germanium. നെക്സ്റ്റ് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് സിലിക്കൺ ഡയോഡും ജെർമേനിയം ഡയോഡും തമ്മിൽ. കട്ട് ഇൻ വോൾട്ടേജ് സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട്, ജെർമേനിയം 0.3 വോൾട്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് സിലിക്കണിൽ നാനോ ആംപിയർ റേഞ്ച് ആണ്, ജെർമേനിയത്തിൽ മൈക്രോ ആംപിയർ റേഞ്ച് ആണ്. ജംഗ്ഷൻ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ജംഗ്ഷൻ ടെമ്പറേച്ചർ സിലിക്കൺ ഡയോഡിൻ്റെ കേസിൽ 175°C ആണ്, ജെർമേനിയത്തിൽ 100°C ആണ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് ലെസ് ഇൻ സിലിക്കൺ ആൻഡ് മോർ ഇൻ ജെർമേനിയം. അതുകൊണ്ടാണ് സിലിക്കൺ തെർമലി സ്റ്റേബിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സിലിക്കണിൽ ഹയർ ആണ്, ജെർമേനിയത്തിൽ ലോവർ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സിലിക്കൺ ഡയോഡാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട്.
ഇപ്പോൾ സിലിക്കൺ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് റെക്ടിഫയർ, ക്ലിപ്പർ, ക്ലാമ്പർ ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള എല്ലാ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലും ഒക്കെ നമ്മൾ സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ജെർമേനിയം യൂസ് ചെയ്യുന്നത് ഡീമോഡുലേഷനിലാണ് ജെർമേനിയം യൂസ് ചെയ്യുന്നത്.